നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായനഭാഗം 2 ദിനവൃത്താന്തം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 2 ദിനവൃത്താന്തം 24 അധ്യായം 17 വാക്യം. യഹോയാദ മരിച്ച ശേഷം യഹൂദ പ്രഭുക്കന്മാർ വന്നു രാജാവിനെ വണങ്ങി. രാജാവ് അവരുടെ വാക്ക് കേട്ടു. യഹോയാദ പുരോഹിതന്റെ ധീരതയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് ഇന്നത്തെ വായനാഭാഗത്ത് നാം കാണുന്നത്. കൂടാതെ യോവാശിന്റെ ഭരണം, അമസ്യാവിന്റെ വീഴ്ച തുടങ്ങിയ ചില കാര്യങ്ങളും നമുക്ക് കാണാം. ഈ അധ്യായങ്ങൾ നാം പഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കോട്ടം സംഭവിക്കാമെന്ന് നാം കാണുന്നു. ഗൗരവമേറിയ മുന്നറിയിപ്പുകളാണ് ഈ സംഭവത്തിലൂടെ നാം കാണുന്നത്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ആത്മീയ ഉപദേശകരെ ചേർത്ത് നിർത്തുക. യഥാർത്ഥമായ ആത്മീയത പകർന്നു തരുന്ന ഉപദേശകരെ നാം എപ്പോഴും ചേർത്ത് നിർത്തുക, അവരെ മാനിക്കുക. അതോടൊപ്പം തന്നെ സത്യദൈവത്തിൽ ഉറച്ച് നിൽക്കുകയും വേണം. ഇവിടെ അഥല്യ രാജ്ഞിയുടെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കുകയും യഹോയാദ പുരോഹിതൻ ബാലനായ യോവാശിനെ രാജാവായി വാഴിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പുരോഹിതൻ തെളിച്ച വഴിയിലൂടെ യോവാശ് ജീവിക്കുന്നതായും കാണുന്നു. കൂടാതെ പുരോഹിതനോട് ചേർന്ന് നിന്ന് ദേവാലയം പുതുക്കി പണിയുവാൻ യോവാശ് തീരുമാനമെടുക്കുന്നു. 2 ദിനവൃത്താന്തം 24 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യോവാശ് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സുവെച്ചു എന്ന്. ഇത്തരത്തിൽ ധീരമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ യോവാശിന് സാധിക്കുന്നു. ഇങ്ങനെ ധീരമായ നേതൃത്വം കാഴ്ചവെക്കുവാൻ സാധിച്ചത് തൻ്റെ ആത്മീയ ഗുരുവിനെ ചേർത്ത് നിർത്തിയതിനാലാണ്. നമ്മുടെയും ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെ നാം മറന്നു പോകരുത്. രണ്ടാമതായിട്ട്, ആത്മീയതയിൽ കലർപ്പ് പാടില്ല. സ്വാധീനങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും പ്രാധാന്യമുണ്ട്. കാരണം യഹോയാദ പുരോഹിതന്റെ മരണശേഷം യോവാശ് പ്രഭുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുകയും അവരെ പിന്തുടരുകയും വിഗ്രഹാരാധനയിലേക്ക് തിരിയുകയും ചെയ്യുന്നു. അതിനാൽ നമ്മുടെ വിശ്വാസം മറ്റൊരാളുടെ സാന്നിധ്യത്താലോ നിർബന്ധത്താലോ ആകരുത്. വ്യക്തിപരമായ ഉറപ്പുള്ളതാകണം, ദൃഢതയുള്ളതാകണം നമ്മുടെ ദൈവവിശ്വാസം. ദൈവത്തിന് ഭാഗികമായ അനുസരണമല്ല, പൂർണ്ണ ഹൃദയത്തോടെയുള്ള സമർപ്പണമാണ് ആവശ്യം. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയ്ക്കും ആത്മീയ ഉപദേശകർക്കും പ്രാധാന്യം നൽകുകയും തെറ്റിപ്പോകാതെ അന്ത്യം വരെ വിശ്വസ്തയോടെ ജീവിപ്പാനും ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആത്മീയ ഉപദേശകരെ, ആത്മീയ ഗുരുക്കന്മാരെ എപ്പോഴും ചേർത്ത് നിർത്തുവാനും അവരെ ബഹുമാനിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ പിതാവേ, യഹോയാദ പുരോഹിതനെ പോലെ ഞങ്ങളുടെ ആത്മീയതയിൽ കളങ്കം തട്ടാതെ അന്ത്യം വരെയും വിശ്വസ്തയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.